എണ്ണ, പ്രകൃതിവാതകം ഉൾപ്പെടെ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാപാരവുമായി ബന്ധപ്പെട്ട കപ്പലുകളെല്ലാം കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അവിടെ ഇറാൻ ചില ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ചൈനയുടെ കപ്പലുകൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് ഊർജ്ജോൽപാദനത്തിന് അല്ലെങ്കിൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളും പുനഃസ്ഥാപിക്കാനായിട്ട് അമേരിക്ക ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകളെല്ലാം സഞ്ചരിക്കും. അങ്ങനെ ചെയ്താൽ IRGC ഇറങ്ങി കപ്പലുകൾ കത്തിക്കുമെന്നാണ് ഇറാൻ ഒരു വാണിംഗ് പോലെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും യുദ്ധം തുടർന്നാൽ അത് ബാരലിന് $150 വരെയാവും. ഇപ്പം തന്നെ $100 അടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തായിരിക്കും സംഭവിക്കുക? ഈ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടൊന്നുമില്ല. അത് തുറന്നു തന്നെയാണ് കിടക്കുന്നത്. അവിടെ അടയ്ക്കാനായിട്ട് ഗേറ്റും ഒന്നുമില്ല. ഇതിലേ പോയാൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, അതാണ് ഈ അടച്ചിടുക. ചൈനയ്ക്ക് മാത്രമായിട്ട് ഇളവ് കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇളവ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ചൈനയും അതിലെ കപ്പലുകൾ കൊണ്ടുപോകുന്നില്ല. കാരണം ആരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. കടലിനടിയിൽ മൈൻസ് വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. വലിയ റിസ്ക്കാണ് അതിലേ പോകുന്നത്. അതുകൊണ്ട് കപ്പലുകൾ പോകാതെ കിടക്കുന്നു. ഒരു കപ്പലും പോകുന്നില്ല. ഏതാ ഒന്നോ മറ്റേ ചിലപ്പോൾ പോയി കാണും. അങ്ങനെ ഒരു തീർച്ചയായും മോശമില്ലാത്ത അവസ്ഥയിലാണ് ഹോർമുസ് കടലിടുക്കുള്ളത്. IRGC ആരുടെയും നിയന്ത്രണത്തിലല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് പോലും പിന്നെയും ഗൾഫ് രാജ്യങ്ങളുടെ നേർക്ക് ആക്രമണം നടത്തുന്നത് IRGC ചെയ്യുന്നതാണ്. IRGC ഒരു പ്രൈവറ്റ് സേനയാണ്, ഖമനിയുടെ കീഴിലായിരുന്നത്. അപ്പോൾ ഖമനി എഴുതി വച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഞാനില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തന്ന നിർദ്ദേശങ്ങൾ അത് രണ്ടാമൻ വരുന്നത് വരെ അതേ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ IRGC ചെയ്യുന്നത് ഖമനി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഗൾഫ് നാടുകളെ ആക്രമിക്കാൻ, ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഖമനി വരട്ടെ, അങ്ങേര് പറഞ്ഞാൽ ഞങ്ങൾ നിർത്താം. അതല്ലാതെ പെസഷ്കിയാനും അവനും പറഞ്ഞാൽ ഞങ്ങൾ നിർത്തുകയില്ല. ഇത് അവരുടെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ഒരു പോഡ്കാസ്റ്റിൽ ഇത് പറഞ്ഞിരുന്നു. വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓവർ IRGC ഒരു സ്വതന്ത്ര സേനയാണ്, അവർക്ക് എവിടെയും ആക്രമിക്കാം. സെയിം ഈസ് ദ കേസ് വിത്ത് ഹൂത്തി നോക്കിക്കോളൂ. ചെങ്കടലിൽ ഹൂത്തികൾ ആരോടെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുമോ, അവർക്ക് തോന്നിയ പോലെ അവരങ്ങ് ആക്രമിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.